ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്തൊരു ഐറ്റം തയ്യാറാക്കിയിട്ടുണ്ട്. പഴുത്ത മാങ്ങ കുറേ ഇരിക്കുന്നുണ്ട്. രണ്ടും മഴ പെയ്താലും ചൂടിന് യാതൊരു കുറവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ മാങ്ങ വെച്ചിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയ തണുത്തൊരു ഐറ്റം തയ്യാറാക്കാമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയത്, എന്താണ് ഐറ്റം എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇതേ രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. ഇനി തയ്യാറാക്കി നോക്കിയാലോ. ഐസ് വാട്ടർ ചേർത്തിട്ട് മാംഗോ പീസസ് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്തതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത മാംഗോ പീസസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും 2 സ്കൂപ്പ് മാംഗോ ഐസ്ക്രീമുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അത് വാനില ഐസ്ക്രീം ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് ഞാൻ ഉപയോഗിച്ചതാണ്. മാംഗോ ഐസ്ക്രീം ഞാൻ തയ്യാറാക്കിയതാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് മാംഗോ പീസസ് എല്ലാ ഭാഗത്തുമായിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. മാംഗോ പീസസിൻ്റെ മുകളിലായിട്ട് മാംഗോ പ്യൂരി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഗ്ലാസ്സിനെ മുഴുവനായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വീണ്ടും വാനില ഐസ്ക്രീമും മാംഗോ ഐസ്ക്രീമും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഭംഗിക്കായിട്ടൊരു ചെറി കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാംഗോ മൽബ ഇവിടെ തയ്യാറായി. ഇത് കഴിക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്.